മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. പിന്നെ കൊഞ്ചിരുന്ന് കേട്ടോ, അതിനെ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് മുരിങ്ങയില തോരത്തിന് വേണ്ടിയിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മരിച്ചിനി ഇതുപോലെ കൊത്തി അരിഞ്ഞ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല എരിശ്ശേരി പരുവത്തിന് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം കൊഞ്ച് വറുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് തേങ്ങയിട്ട് കുറച്ച് കുരുമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മരിച്ചിനിയും കൂടി ഞാൻ അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടിയൊക്കെ റെഡിയാക്കി അതും കൂടി കടുക് താളിച്ച് അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പം മുരിങ്ങയിലേക്ക് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അടച്ച് വെച്ചത്. അപ്പോൾ നല്ല രീതിയിൽ വേവിച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് വയറ്റിനൊന്നും ഒരു പ്രശ്നവും വരില്ല. ചിലർക്കിത് ഇത്തിരി അധികം വേവ് കുറഞ്ഞ് കഴിക്കുമ്പോൾ ചിലർക്ക് മുരിങ്ങയിലയൊക്കെ കഴിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല രീതിയിൽ വേവിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നപ്പോഴേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് അതും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. മരിച്ചിനി നല്ല രീതിയിൽ വെന്ത് കിട്ടി കേട്ടോ. അപ്പം അതിനെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഊറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇളക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ കൊഞ്ചിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളരിക്കയും കുറച്ച് കൊച്ചുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് വെന്തതിന് ശേഷം അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഞാൻ കറി അരയ്ക്കുന്ന നേരത്ത് ഞാൻ കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വറുക്കുന്ന സമയത്ത് പുളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അത് അരയ്ക്കുന്ന നേരത്താണ് കേട്ടോ ഞാൻ കുറച്ച് പുളിയൊന്ന് ചേർത്ത് കൊടുത്തത്. ഞാനിവിടെ സാധാരണ മീൻകറിക്ക് വറുത്തരയ്ക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടിയ മരിച്ചിനിയും റെഡിയായി, മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിനി ഒട്ടും താമസിക്കുന്നില്ല, ഊണും കൂടെ കഴിക്കാൻ പോവുകയാണ്. കുറച്ചധികം തന്നെ മുരിങ്ങയില എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ചധികം മരിച്ചിനി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നല്ല രീതിയിൽ ഉടച്ച് വയ്ക്കുന്ന മരിച്ചിനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ കൂടുതലും നല്ലത് നല്ല ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ ഒഴിച്ച് കഴിക്കാനാണ്. ഈ വറുത്തരച്ച കൊഞ്ച് കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് ഉണക്കമാങ്ങ അച്ചാറും കൂടി ഉണ്ടായിരുന്നേ. അപ്പം ഇതെല്ലാം കൂടിയൊക്കെ ആയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നേ ഇന്നത്തെ ഊണിന്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും